ഓക്കെ ഗൈസ്, നമുക്ക് വേഗം മീഡിയവൽ ഇന്ത്യയുടെ കുറച്ച് ടോപ്പിക്സ് റിവൈസ് ചെയ്യാം. ആദ്യത്തെ കുറച്ച് ടോപ്പിക്സ്. ഫസ്റ്റത്തെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് മെയിൻലി മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: പാലിയോത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്. നമുക്ക് ഫസ്റ്റ് പാലിയോലിത്തിക് നോക്കാം. പാലിയോലിത്തിക്കിലാണ് നമ്മൾ ഓസ്ട്രിച്ചിനെ കണ്ടിട്ടുള്ളത്. നമ്മളുടെ ഹോമോസാപ്പിയൻസ് പാലിയോത്തിക്കിൻ്റെ ടുവേർഡ്സ് എൻഡായിട്ടാണ് നമ്മൾ കാണപ്പെട്ടിരുന്നത്. പാലിയോത്തിക് മെയിനായിട്ട് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ലോവർ, മിഡിൽ, അപ്പർ. മെയിൻലി ഈ പാലിയോത്തിക് ഏജിലത്തെ മാൻസ് ഫുഡ് ഗ്യാദർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹണ്ടിങ് മുഖാന്തരമാണ്. ആദ്യത്തെ ലോവറാണ്. ലോവർ എന്ന് പറയുന്നത് പാലിയോത്തിക് പീരീഡിലെ ഏർലിയസ്റ്റ് സ്റ്റേജാണ്. ഇവിടെ അവർ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലേക്സും ചോപ്പേഴ്സാണ്. സോ ഹോമോ ഹാബ്ലിസ് ആണ് അവിടെ ഉണ്ടായിരുന്നത്. പിന്നീട് അവർ ഹോമോ ഇറക്ടസ് ആയി. ഇറക്ടസിൻ്റെ സമയത്താണ് ആക്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവർ മെയിൻലി 2.5 million ഇയേഴ്സ് ടു 30 lakh ഇയേഴ്സ് ആ ഒരു കാലഘട്ടത്തിലാണ് ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മിഡിൽ. മിഡിൽ ആണെങ്കിൽ 30 lakh to 30K ഇയേഴ്സ് ആണ് ഹോമോസാപ്പിയൻസ്. പിന്നെ ഇവരാണ് ബ്യൂറൽ, അതായത് ശവകുടീരങ്ങളൊക്കെ കാണപ്പെട്ടിരുന്നത് ഈ ഏജിലാണ്. പിന്നീട് അപ്പർ വരുന്നു. അപ്പറിൽ ഐവറി ടൂൾസും ബോ ആൻഡ് ആരോസും കണ്ടിട്ടായിരുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് മീസോലിത്തിക് ആണ്. മീസോലിത്തിക്കിൽ ഇമ്പോർട്ടൻ്റ് ആണ് മൈക്രോലിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ടൂളാണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭിംബേട്ക, മധ്യപ്രദേശിൽ കാണുന്ന ഭിംബേട്ക കേവ്സ് കാണപ്പെട്ടിരുന്നത് മീസോലിത്തിക് പീരീഡിലാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് വൺ നിയോലിത്തിക് ആണ്. നിയോലിത്തിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത് മാൻ ആദ്യമായിട്ട് അഗ്രികൾച്ചർ തുടങ്ങിയിട്ടുള്ളത് നിയോലിത്തിക് പീരീഡിലാണ് ചോദിക്കും. നെക്സ്റ്റ് വൺ ഡൊമസ്റ്റിക്കേഷൻ, അതായത് കാറ്റിൽ, ഷീപ്പ്, ഗോഡ്സിനൊക്കെ പരിപാലിച്ചിരിക്കുന്ന കാലഘട്ടം നിയോലിത്തിക് ആണ്. പിന്നീട് പഠിക്കേണ്ടത് മനുഷ്യർ പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്, അവർക്കൊരു ഹോം വേണമെന്നൊരു ഫീല് തുടങ്ങിയിട്ടുള്ളത് നിയോലിത്തിക് പീരീഡിലാണ്. സിക്കിൾസ്, ഗ്രൈൻഡിങ്സ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത് നിയോലിത്തിക് പീരീഡിലാണ്. നെക്സ്റ്റ് വൺ ഈസ് ചാർക്കോലിത്തിക് പീരീഡ്. ഇത് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ പെടുന്നതല്ല, സ്റ്റോൺ ഏജിൽ പെടുന്നതാണ്. ഇവിടെയാണ് സ്റ്റോണും കോപ്പറും കണ്ടുപിടിച്ചിട്ടുള്ളത്. പിന്നെ ഗോഡസിനെയും ബുള്ളിനെയും ഒക്കെ ആരാധിച്ചിരിക്കുന്നത് ഈ ഒരു ചാർക്കോലിത്തിക് പീരീഡിലാണ്. ആരാധനാലയം തുടങ്ങിയിട്ടുള്ളത് ഈ ഒരു പീരീഡിലാണ്. പിന്നെ ട്രേഡ്, ഗോൾഡ്, പോയട്രി, ടെക്സ്റ്റൈൽസ് ഒക്കെ തുടങ്ങിയിട്ടുള്ളത് ചാർക്കോലിത്തിക് പീരീഡിലാണ്. നെക്സ്റ്റ് ഇതിനെയാണ് നമ്മൾ ബ്രോൺസ് ഏജ് ആയിട്ട്, ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ബ്രോൺസ് ഏജ് വന്നിട്ടുള്ളത്. അപ്പോൾ ബ്രോൺസ് എന്തുകൊണ്ടാണ്? കോപ്പറും ടിന്നും കൊണ്ടും. ബ്രാസ്, പിച്ചള എന്തുകൊണ്ടാണ്? കോപ്പർ ആൻഡ് ലെഡ് കൊണ്ടും. ഇത്രയാണ് നമുക്ക് പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ പഠിക്കാനുള്ളത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.